ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഉച്ചക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മളെ നാട്ടിലൊക്കെ ഇതിനെ താലോപ്പിരി എന്നാന്ന് പറയാം. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ താലോപ്പിരിക്ക കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണിത്. കഴിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ താലോപ്പിരിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അത് വെച്ച് കറിയാക്കി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് സൈഡൊക്കെ മൊത്തത്തിൽ മുറിച്ച് കളയുന്നുണ്ട്. ഇനി ഇതുപോലെ കട്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും ചെറിയ പീസാക്കി കട്ടാക്കി എടുത്താൽ അതാണ് നല്ലത്. വലിയ പീസാക്കി എടുത്താൽ കറിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 2 എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു വലിയ സൈസിലുള്ള താലോപ്പിരിക്കനെ കൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെ കറിയായിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ ഈ ഒരു കറി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച താലോപ്പിരിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വേറെ ഒരുപാട് പൊടികളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് അതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവ മാത്രമേ ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. താലോപ്പിരിക്കയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി കുക്കറിൽ ഒരു വിസിൽ വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ താലോപ്പിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്ക്. സിമ്പിളാണ്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല കറിയാണിത്. ഉണക്കമുളകും തൈരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചോറ്റിന് വേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. ബൈ ബൈ.